ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ തന്നെ വുഡിന്റെ ഉപയോഗമാണ്. ഇന്ന് ഞാൻ പാർട്ട് 2 എന്ന് പറഞ്ഞ് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു വില്ല് എന്ന് പറയണത് നമുക്ക് ഉറപ്പുള്ള കാര്യം സംസാരിക്കാനും വുഡ് എന്ന് പറയണത് നമുക്ക് ഉറപ്പ് കുറവുള്ള സാഹചര്യത്തിൽ വില്ല് നമ്മൾ ഉപയോഗിക്കുന്ന റിയൽ ആയിട്ട് നടക്കും. പക്ഷെ വുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കാൻ സാധ്യതയില്ല, അൺറിയൽ ആണ്. അങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മൾ വില്ലും വുഡും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഞാൻ പാർട്ട് 1 എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആദ്യം അത് കാണുക, എന്നിട്ട് വേണം ഇത് കാണാൻ. ഞാനിപ്പോ ലിങ്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ലെസൺ 6 തന്നെ. അപ്പൊ ഇന്ന് ഞാൻ ലെസൺ 6 പാർട്ട് 2 എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വില്ല്, ഞാൻ പറഞ്ഞു വില്ല് എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് നമ്മൾ വില്ല് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്ന സെന്റൻസ് നിങ്ങൾ നോക്കൂ. നീ നന്നായി വായിച്ചാൽ പരീക്ഷയിൽ പാസ്സാകാം. അവൾ മഴയത്ത് കളിച്ചാൽ അവൾക്ക് പനി വരും. അതേപോലെ നീ നല്ല മാർക്ക് വാങ്ങിയാൽ ഞാൻ നിനക്കൊരു ബൈക്ക് വാങ്ങിത്തരാം. ഇതൊക്കെ എന്താ ഞാനിപ്പോ പറയാണ്, നീ നന്നായി വായിച്ചാൽ പരീക്ഷയിൽ പാസ്സാകാം എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ എൻ്റെ മോനോട് പറയുകയാണെങ്കിൽ അവൻ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ എനിക്ക് ഉറപ്പാണ് അവൻ വായിച്ചാൽ പാസ്സാകുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. സോ അവൾ മഴയത്ത് കളിച്ചാൽ അവൾക്ക് പനി വരും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഇപ്പൊ മക്കൾ മഴയത്ത് കളിച്ചാൽ മക്കൾക്ക് പനി വരും എന്നുള്ള ഒരു ഉറപ്പ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് വില്ല് ഉപയോഗിച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അതേപോലെ നീ നല്ല മാർക്ക് വാങ്ങിയാൽ ഞാൻ ബൈക്ക് വാങ്ങാം എന്ന് പറഞ്ഞാൽ ആ ആള് നന്നായി പഠിക്കുന്ന ആളാണ്, നന്നായി പഠിക്കുകയും ചെയ്യും, മാർക്ക് വാങ്ങിക്കുകയും ചെയ്യും എന്നൊക്കെ നമുക്കറിയാം. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ സംസാരിക്കാം? ഇതെല്ലാം ഉറപ്പുള്ള കാര്യങ്ങളാണല്ലോ. നന്നായി പഠിക്കുന്നത് നമുക്ക് ഉറപ്പുണ്ട്, മഴയത്ത് കളിച്ചാൽ പനി വരുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഉറപ്പുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് സെന്റൻസുകൾ ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നീ നന്നായി വായിച്ചാൽ, ഈ ചാൽ എന്ന് പറയാൻ നമുക്ക് ഈഫ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇഫ്. വായിച്ചാൽ എന്ന് പറയാനും വായിച്ചെങ്കിൽ എന്ന് പറയാനും നമുക്ക് ഇഫ് ആണ് വേണ്ടത്. വായിച്ച് എങ്കിൽ എഴുതി വെച്ചോളൂ. നിങ്ങളുടെ നോട്ട് ബുക്ക് നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ. വായിച്ചാൽ എന്ന് പറയാനും എങ്കിൽ എന്ന് പറയാനും നമുക്ക് ഇഫ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നോക്കൂ, അപ്പൊ നമ്മൾ ഈ ഭാഗത്തിനെയാണല്ലോ നമുക്ക് ആദ്യം വരേണ്ടത്. എഴുതി, ഇഫ് എഴുതി. വായിച്ചാൽ ഈ ഭാഗം നമ്മൾ ആദ്യം എഴുതി, ഇഫ്. ഇനി ആരാണ്? നീ, ഇഫ് യു. നന്നായി വായിക്കുക. വായിക്കുക എന്ന് പറയാൻ നമുക്ക് എന്താണ്? റീഡ്. If you read, നന്നായി, well. If you read well, നീ നന്നായി വായിച്ചെങ്കിൽ അല്ലെങ്കിൽ നന്നായി വായിച്ചാൽ പരീക്ഷയിൽ പാസ്സാകാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പാസ്സാകാം. ഇത് പറയാൻ ഞാൻ ഇന്നലെ പറഞ്ഞു വില്ലിന് പാസ്സാകുമെന്നും നമുക്ക് പറയാം, പാസ്സാകാമെന്നും നമുക്ക് പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ആരാണ് പാസ്സാവുന്നത്? ഇവിടെ ഞാൻ കൊടുക്കുകയാണ്. നീ പരീക്ഷയിൽ പാസ്സാകും. യു വിൽ പാസ് ദ എക്സാം. യു വിൽ പാസ് ദ എക്സാം. നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇഫ് യു റീഡ് വെൽ യു വിൽ പാസ് ദ എക്സാം. അതായത് ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ അല്ലെങ്കിൽ ചാൽ. നീ, യു വായിക്കുക, റീഡ് നന്നായി, വെൽ. നീ എന്ന നീ പരീക്ഷ നമ്മൾ സബ്ജക്റ്റ് കൊടുത്തു. നീ പാസ്സാകും, വിൽ പാസ്. എന്തിലാണ്? പരീക്ഷ, ദ എക്സാം. അപ്പൊ എങ്ങനെയാ പറയേണ്ടത്? നിങ്ങളൊന്ന് പറയൂ. ഇഫ് യു റീഡ് വെൽ യു വിൽ പാസ് ദ എക്സാം. പറയൂ. പറയുന്നുണ്ടല്ലോ. ഇഫ് യു റീഡ് വെൽ യു വിൽ പാസ് ദ എക്സാം. അഗെയിൻ, ഇഫ് യു റീഡ് വെൽ എക്സാം. ഇത് നമുക്ക് ഇങ്ങനെയും പറയാം. ഇത് നമുക്ക് ഇത് തിരിച്ചു വേണമെങ്കിൽ പറയാം. എങ്ങനെ പറയാം? യു വിൽ പാസ് ദ എക്സാം ഇഫ് യു റീഡ് വെൽ. അങ്ങനെയും പറയാം. എന്താ തെറ്റ്? നീ പരീക്ഷയിൽ പാസ്സാകും നീ നന്നായി പഠിച്ചെങ്കിൽ. അങ്ങനെയും പറയാം. ഹൗ ടു സേ? യു വിൽ പാസ് ദ എക്സാം ഇഫ് യു റീഡ് വെൽ. ഒരു കുഴപ്പവുമില്ല. അങ്ങനെയും നിങ്ങൾക്ക് എഴുതാം, അങ്ങനെയും നിങ്ങൾക്ക് പറയാം. ക്ലിയർ? ഓക്കെ. അവൾ മഴയത്ത് കളിച്ചാൽ അവൾക്ക് പനി വരും. നിങ്ങളൊന്ന് എഴുതാനൊന്ന് ശ്രമിച്ചു നോക്കിക്കേ. അവൾ മഴയത്ത് കളിച്ചാൽ, ചാൽ വന്നു. അപ്പൊ നമുക്ക് ഇഫ് വേണമെന്നറിയാം. അല്ലെങ്കിൽ കളിച്ചെങ്കിൽ എന്നാണെങ്കിൽ പോലും നമുക്ക് എന്ത് വേണം? ഇഫ് വേണം. നിങ്ങൾ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എഴുതാനൊന്ന് ശ്രമിച്ചു നോക്കൂ. ഓക്കെ.
നമുക്ക് ആദ്യം എന്ത് വേണം? ഇഫ് വേണം. ഇഫ് അവൾ, ഷീ മഴയത്ത് കളിക്കുക, ഷീ പ്ലേ ഇൻ ദ റെയിൻ. if she play in the rain. ഇവിടെ ഒരു കാര്യം തെറ്റുണ്ട്. എന്താണ് ഇതിനകത്ത് തെറ്റ്? ഇത് നമ്മൾ ഇവിടെ എന്താ എഴുതിയത്? ഇത് സബ്ജക്റ്റ് ആണ്. ഇതെന്താണ്? വെർബ് ഫസ്റ്റ് ഫോം ആണ് അല്ലെ? ഇവിടെ എന്താണ്? ഇത് സബ്ജക്റ്റ് ആണ്, ഇത് വെർബ് ഫസ്റ്റ് ഫോം ആണ്. അപ്പോ ഷീ പ്ലേ എന്ന് എഴുതിയാൽ അത് ശരിയാവുമോ? സബ്ജക്റ്റ് വെർബ് ഫസ്റ്റ് ഫോമും കൂടെ വരുമ്പോ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? എസ് കൊടുക്കണം അല്ലെ? എസ് കൊടുക്കണം. അപ്പൊ ഷീ പ്ലേസ്, എസ് വേണം. ഷീ പ്ലേസ്. അതെന്താണ്? നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റും V1 കൂടെ വരുന്നതെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ എസ് ചേർക്കണം. അപ്പൊ എന്തായി? നമ്മളിവിടെ ഷീ പ്ലേ എന്ന് എഴുതിയ ശരിയാവോ? ശരിയാവില്ല. ഷീ പ്ലേസ് ഇൻ ദ റെയിൻ. അവൾ മഴയത്ത് കളിച്ചാൽ അവൾക്ക് പനി വരും. അവൾക്ക് ഷീ പനി പിടിക്കും. പിടിക്കും എന്ന് പറയാൻ ഗെറ്റ് ഫീവർ. ഈ സെന്റൻസ് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയൂ. If she plays in the rain, she get a fever. ശരിയാണെന്ന് പറഞ്ഞവർ എത്ര പേരുണ്ട്? കൈവെക്കൂ. തെറ്റല്ലേ? കാരണം എന്താ? പനി വരും വരും. ഈ ഉമ്മന്തിയെ നമ്മുടെ ഇവിടെ ഉണ്ടോ? ഷീ വിൽ ഗെറ്റ്. ഇവിടെ ചില ഒരു ക്യാച്ച് എന്ന് എഴുതിയിട്ടുണ്ടാവും. പനി പിടിക്കും എന്നുള്ള അർത്ഥത്തിൽ എഴുതിയിട്ടുണ്ടാവും. എന്തും എഴുതുക. ഷീ വിൽ ഗെറ്റ് എ ഫീവർ. വില്ല് വേണ്ടേ നമുക്ക്? നിങ്ങൾ എന്താ മറന്നുപോയത്? എങ്ങനെയാണ്? ഇഫ് ഷീ പ്ലേസ് ഇൻ ദ റെയിൻ ഷീ വിൽ ഗെറ്റ് എ ഫീവർ. നിങ്ങളൊന്ന് പറയൂ. ഇഫ് ഷീ പ്ലേസ് ഇൻ ദ റെയിൻ ഷീ വിൽ ഗെറ്റ് എ ഫീവർ. അപ്പോൾ എങ്ങനെ പറയുക? ഇഫ് ഷി പ്ലേസ് ഇൻ ദ റെയിൻ ഷി വിൽ ഗെറ്റ് എ ഫീവർ. ഇനി എന്തിനിവിടെ ഫീവർ കൊടുത്തു? കൊടുത്തു. നമ്മൾ ഒരു പനി എന്ന് നമ്മൾ ഒരിക്കലും മലയാളത്തിൽ പറയില്ല. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ ഫീവർ എന്നോ കോൾഡ് എന്നോ സ്നീസിങ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആർട്ടിക്കിൾ ചേർക്കണമെന്നൊരു നിർബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഷി വിൽ ഗെറ്റ് എ ഫീവർ എന്ന് ചേർത്തു. അപ്പൊ എങ്ങനെയാണ് പറയുക? അവൾ മഴയത്ത് കളിച്ചാൽ അവൾക്ക് പനി വരും. എങ്ങനെ പറയും? ഇതൊക്കെ അമ്മമാർക്ക് എന്നും പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയൂ. ഇഫ് ഷീ പ്ലേസ് ഇൻ ദ റെയിൻ ഷീ വിൽ ഗെറ്റ് ഫീവർ. ക്ലിയർ? നീ നല്ല മാർക്ക് വാങ്ങിയാൽ ഞാൻ നിനക്കൊരു ബൈക്ക് വാങ്ങിത്തരാം. അപ്പൊ എങ്ങനെ എഴുതും? നീ നല്ല മാർക്ക് വാങ്ങിയാൽ ഞാൻ നിനക്കൊരു ബൈക്ക് വാങ്ങിത്തരാം. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെ എഴുതേണ്ടത്? വാങ്ങിയാൽ ഇഫ് കൊടുക്കുക. ബാക്കി നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കമന്റ് ബോക്സിലോട്ട് കമന്റ് ചെയ്തോളൂ ഇതെങ്ങനെയാണെന്ന്. ബാക്കി ഇതിപ്പോ നിങ്ങൾ ചിന്തിക്കണം. നീ നന്നായി വായിച്ചാൽ പരീക്ഷയിൽ പാസ്സാകാം. ഇതെന്താണ്? ഇപ്പോൾ പറയുന്ന കാര്യമാണ്. പ്രസന്റ് ആണ് അല്ലെ? പ്രസന്റിലല്ലേ നമ്മൾ ഇത് എഴുതിയേക്കുന്ന? യു റീഡ് ഷീ പ്ലേസ് എന്ന പ്രസന്റിലാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പൊ ഇപ്പൊ പറയുവാണ് നീ നന്നായി പഠിക്കേ. എന്താണ്? അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്കത് വാങ്ങിച്ചു തരാം. അല്ലെങ്കിൽ എന്താണ്? ഇപ്പൊ നമ്മളോട് ചോദിക്കുക, മോൾ എന്താ മഴയത്ത് പോകത്തെ? മഴയത്ത് കൊച്ചു കളിച്ചാൽ അവൾക്ക് പനി വരും. അതിപ്പോ നമ്മൾ പറയണതാണ്. അതെന്താണ്? പ്രസന്റ് ടെൻസിൽ നമുക്ക് ഉറപ്പുള്ള കാര്യം നമ്മൾ ചെയ്തിട്ടില്ല, നമ്മൾ വില്ല് ഉപയോഗിച്ച് പറയുകയാണ്. ഉറപ്പുണ്ട്, പനി വരുമെന്നും പാസ്സാകുമെന്നും ബൈക്ക് വാങ്ങിക്കാമെന്നും നീ അത് ചെയ്താൽ ഞാൻ അത് ചെയ്തു തരും. ഇതെന്താണ്? വില്ല് ഉപയോഗിച്ച് പറയാൻ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ്? ഉറപ്പുള്ള കാര്യങ്ങൾ പറയാനാണ്. അപ്പോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഗമാണ് അല്ലെ? അപ്പൊ നമുക്കിത് ഈ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെ വരും? നമുക്ക് എഫ് കൊടുക്കുക. എൻ്റെ ഒപ്പം എഴുതി കൊടുക്കുകയാണ്. ഈ ഇടയിൽ നിങ്ങൾക്ക് എഴുതുമ്പോൾ സ്ഥലം എഫ് കൊടുക്കുക. പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം. ദെൻ അടുത്ത സെന്റൻസിലോട്ടും സബ്ജക്റ്റ് തന്നെ കൊടുക്കുക. പിന്നെ വിൽ പ്ലസ് വേർബ് V1 ഫോം.
ഇത് ഞാൻ ഇതിൽ നോക്കി ആക്കിയെടുത്തതാണ്. അപ്പൊ നിങ്ങൾ എഴുതിക്കോളൂ. ഫസ്റ്റ് ഇഫ് കൊടുക്കുക, സബ്ജക്റ്റ് V1. അടുത്ത സെന്റൻസിൽ വീണ്ടും സബ്ജക്റ്റ് കൊടുക്കുക, വിൽ കൊടുക്കുക, V1. V1ന്റെ കൂടെ നമുക്ക് വേർബ് ഫസ്റ്റ് ഫോം മാത്രമേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്തെങ്കിൽ, മലയാളം എഴുതി വെക്കൂ, നീ അത് ചെയ്തെങ്കിൽ ഞാൻ അത് നിനക്ക് കാണിച്ചു തരാം. നീ എൻ്റെ അടുത്ത് വന്നെങ്കിൽ ഞാൻ നിന്നോട് സംസാരിക്കാം. എന്താണ്? ഉറപ്പ് വേണം. ഇതിനൊക്കെ എന്തുണ്ട്? ഉറപ്പുണ്ട്. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് ഈ സെന്റൻസുകൾ എങ്ങനെ വുഡിൽ ആക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നോക്കൂ, നമ്മൾ ഇനി വുഡിന്റെ ഉപയോഗമാണ് പഠിക്കുന്നത്. വിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഉറപ്പുള്ള കാര്യങ്ങളാണ്, റിയൽ ആണ്, അത് നടക്കുമെന്ന് സാധ്യതയുണ്ട്. പക്ഷെ വുഡ് എന്ന് പറയുന്നത് ഉറപ്പില്ല. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സാങ്കല്പികമാണ്, ഉറപ്പില്ല. എഴുതി വെക്കൂ, ഉറപ്പില്ല, സാങ്കല്പികം, അൺറിയൽ ആണ്. അപ്പൊ നമ്മൾ സെന്റൻസ് നോക്കൂ. നീ നന്നായി വായിച്ചെങ്കിൽ നിനക്ക് പാസ്സാകാം. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ എഴുതിയത്. പക്ഷെ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നീ നന്നായി വായിച്ചിരുന്നെങ്കിൽ നിനക്ക് പാസ്സാകാമായിരുന്നു, അല്ലെങ്കിൽ നീ നന്നായി വായിച്ചെങ്കിൽ നീ പാസ്സായേനെ. ഇങ്ങനെ എഴുതാം, പാസ്സായേനെ. ഉറപ്പില്ല. ഇപ്പൊ അവൻ നന്നായി വായിക്കില്ല, അവൻ നന്നായിട്ട് വായിക്കുകയില്ല, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുകയില്ല എന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ അവനോട് പറയാണ്, ഇതെനിക്ക് നീ നന്നായി വായിച്ചെങ്കിൽ നീ പാസ്സായേനെ. പിന്നെ അവൾ മഴയത്ത് കളിച്ചെങ്കിൽ അവൾക്ക് പനി വന്നേനെ. മഴയത്ത് അവള് കളിക്കാൻ പോയിരുന്നെങ്കിൽ അവൾക്ക് പനി വന്നേനെ. ചിലപ്പോൾ അവൾ മഴയത്ത് പോയിട്ട് പോലും ഉണ്ടാവത്തില്ല. മഴയത്ത് കളിക്കാൻ പോയിട്ടില്ല. പോകാത്ത സാഹചര്യത്തിൽ ഞാൻ പറയാണ് മഴയത്ത് കളിച്ചെങ്കിൽ അൺറിയൽ ആണ്, അല്ലെ? ഇത് സാധ്യത മാത്രമാണ്, ഉറപ്പില്ല. അവൾക്ക് പനി വന്നേനെ. മഴയത്ത് കളിച്ചെങ്കിൽ മാത്രമേ പനി വരുവുള്ളായിരുന്നു. നന്നായി പഠിച്ചെങ്കിൽ നല്ല മാർക്ക് കിട്ടിയേനെ. പഠിച്ചോ അവൻ? പഠിച്ചതുമില്ല. നന്നായി പഠിക്കുമെന്നുള്ള ഉറപ്പും എനിക്കില്ല. നല്ല മാർക്ക് അവന് വാങ്ങിക്കാമായിരുന്നു. എന്താണ്? വുഡാണ്, റിയൽ അല്ല, സാധ്യതയില്ല, ഉറപ്പില്ലാത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ വുഡിന്റെ കൂടെയും വേർബ് V1 തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നീ നന്നായി പഠിച്ചെങ്കിൽ, എങ്കിൽ എന്ന് പറയാൻ നമ്മൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. ഇഫ് വേണം, യു വേണം. ഇവിടെ നമ്മൾ മാറ്റുന്നത് വായിച്ചെങ്കിൽ എന്നാണ്, അല്ലെ? ഇഫ് യു വായിക്കുക. ഇവിടെ നമുക്ക് വേർബ് ടു വേണം. ഇഫ് യു റെഡ് വെൽ, നന്നായിട്ട് നീ വായിച്ചിരുന്നെങ്കിൽ നിനക്ക്, യു വിൽ ഇനി ഒരിക്കലുമല്ല. നിങ്ങൾ ഓർക്കും ഇത് പാസ്റ്റിലോട്ടല്ലേ, അല്ല. യു വുഡ് പാസ് ദ എക്സാം. If you read well, you would pass the exam. വുഡ് കഴിഞ്ഞിട്ട് വേർബ് നമ്മൾ ഉപയോഗിച്ചത് V1 ആണ്. You would pass it നല്ല ഉപയോഗിച്ചിരുന്നത് you would pass the exam എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നുകൂടി നിങ്ങൾ പറയൂ. If you read well, you would pass the exam. നന്നായി പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നീ നന്നായി വായിച്ചിരുന്നെങ്കിൽ പാസ്സായേനെ. നീ വായിക്കില്ല എന്നുള്ള ഉറപ്പുണ്ട്. നീ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് നടക്കുകയുള്ളൂ. അപ്പൊ പറയാണ്, ഇഫ് യു റെഡ് വെൽ യു വുഡ് പാസ് ദ എക്സാം. പാസ്സായേനെ. ക്ലിയർ? വുഡ് കഴിഞ്ഞിട്ട് പാസ് ആണ്, V1 ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ സാങ്കല്പികം വുഡ് ഉപയോഗിച്ച് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കേണ്ടതെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് V2 ആണ് ഉപയോഗിക്കേണ്ടത്. വുഡ് കഴിഞ്ഞിട്ട് V1. അവൾ മഴയത്ത് കളിച്ചെങ്കിൽ അവൾക്ക് പനി വന്നേനെ. ഒരുപക്ഷെ അവള് മഴയത്തൊന്നും കളിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. നമ്മൾ സാങ്കല്പികമായിട്ട് ഇങ്ങനെ പറയാണ്, മഴയത്ത് കളിച്ചെങ്കിൽ പനി വന്നേനെ. എങ്കിൽ, ഇഫ്. അവൾ, ഷീ. കളിക്കുക, നമുക്കിനി വേർബ് V2 ഫോമിൽ വേണം, സാങ്കല്പികമായതുകൊണ്ട്. ഷീ പ്ലേഡ്, എവിടെയാണ്? മഴയത്ത്. ഇൻ ദ റെയിൻ. അവൾക്ക്, ഷീ വിൽ ഇനി ഉപയോഗിക്കരുത്, ഷീ വുഡ്. പനി, ഷീ വുഡ് ഗെറ്റ് എ ഫീവർ. എങ്ങനെയാണ്? ഇഫ് ഷീ പ്ലേഡ് ഇൻ ദ റെയിൻ, മഴയത്ത് കളിച്ചിരുന്നെങ്കിൽ ഷീ വുഡ് ഗെറ്റ് എ ഫീവർ, പനി വന്നേനെ. നിങ്ങളൊന്ന് പറഞ്ഞ്, ഇഫ് ഷീ പ്ലേഡ് ഇൻ ദ റെയിൻ എ ഫീവർ. നീ നന്നായി പഠിച്ചെങ്കിൽ നല്ല മാർക്ക് കിട്ടിയേനെ. പഠിച്ചെങ്കിൽ, എങ്കിൽ എന്ന് പറയാൻ നമുക്ക് എന്ത് വേണം?
ഇഫ് യു പഠിക്കുക സ്റ്റഡി എന്ന് എഴുതിയാൽ പോരെ നമുക്ക്. സ്റ്റഡീഡ് വെൽ, ബാക്കി നിങ്ങൾ എഴുതിക്കോളൂ. അപ്പൊ ഇതെന്താണ്? വില്ല് നമ്മൾ ഉപയോഗിച്ചത് ഉറപ്പുള്ളൊരു കാര്യം സംസാരിക്കാനാണ്. വുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉറപ്പില്ലാത്ത കാര്യം സംസാരിക്കാനാണ്. അപ്പോ വില്ല് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് വേർബ് V1 ആണ് ഉപയോഗിച്ചത്. വുഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് വേർബ് V2 ആണ് ഇഫിന്റെ കൂടി ഉപയോഗിക്കേണ്ടത്. അത് ഓർത്തു വെക്കുക. ഇഫിന്റെ കൂടെ വില്ല് ഉപയോഗിച്ച് പറയുമ്പോൾ സബ്ജക്റ്റും V1ഉം, വുഡിന്റെ കൂടെയാണെങ്കിൽ ഇഫിന്റെ കൂടെ സബ്ജക്റ്റും V2ഉമാണ് എഴുതേണ്ടത്. ഇതിനെ ക്ലോസ് എന്നൊക്കെ പറയും. നമുക്ക് അതിന്റെ ഒന്നും പേരറിയണ്ട, നിങ്ങൾ ഇതിങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോ ഇഫ് ക്ലോസ് എന്നൊക്കെ പറയും. ഇഫ് വില്ലാണ് ഉപയോഗിക്കേണ്ടെങ്കിൽ ഇഫ് കഴിഞ്ഞ് സബ്ജക്റ്റ് കഴിഞ്ഞ് വേർബ് V1. ഇനി വുഡ് ആണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഇഫ് കഴിഞ്ഞ് സബ്ജക്റ്റ് കഴിഞ്ഞ് വേർബ് V2. ക്ലിയർ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി വുഡിന്റെ വേറൊരു ഉപയോഗം കൂടി ഞാൻ ഇനി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ നോക്കൂ, വുഡിന്റെ അടുത്തൊരു ഉപയോഗമാണ് നമ്മൾ ഇനി പറയുന്നത്. കഴിഞ്ഞ കാലത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറയാൻ നമുക്ക് വുഡ് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ വേഗത്തില് എഴുതുമായിരുന്നു, ഇപ്പൊ എനിക്ക് അങ്ങനെ എഴുതാൻ സാധിക്കുന്നില്ല. അവൾ നന്നായി പഠിക്കുമായിരുന്നു, അന്ന് നന്നായി പഠിക്കുമായിരുന്നു, പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്. അവൻ എന്നോട് വഴക്ക് കൂടുമായിരുന്നു, സിബ്ലിങ്സ് ഒക്കെ ആണെങ്കിൽ എന്നോട് വഴക്ക് കൂടുമായിരുന്നു. ഇവിടെ നമ്മൾക്ക് ഈ മായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് വുഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഞാൻ വളരെ എളുപ്പമാണ്. ഞാൻ വുഡ് എഴുതുമായിരുന്നു, ഐ വുഡ് റൈറ്റ്. ഞാൻ എഴുതുക റൈറ്റ്, മായിരുന്നു വുഡ്, ഐ വുഡ് റൈറ്റ്. ഞാൻ എഴുതുമായിരുന്നു എങ്ങനെ? ഫാസ്റ്റ് ആയിട്ട് ഞാൻ എഴുതുമായിരുന്നു, ഐ വുഡ് റൈറ്റ് ഫാസ്റ്റ്. ഞാൻ എഴുതുമായിരുന്നു ഫാസ്റ്റിൽ. എങ്ങനെയാണ്? ഐ വുഡ് റൈറ്റ് ഫാസ്റ്റ്. ഇനി അവൾ നന്നായി പഠിക്കുമായിരുന്നു, ഷീ പഠിക്കുമായിരുന്നു, വുഡ് സ്റ്റഡി നന്നായി, വെൽ, ഷീ വുഡ് സ്റ്റഡി വെൽ, നന്നായി പഠിക്കുമായിരുന്നു. അവൻ എന്നോട് വഴക്ക് കൂടുമായിരുന്നു, അവൻ ഹി. എന്തേ എഴുതാൻ പോകുവാണ്, ഹി. വഴക്ക് കൂടുമായിരുന്നു, വഴക്കിന് നമ്മൾ ഫൈറ്റ് എന്ന് പറയും. മായിരുന്നു, വുഡ് ഫൈറ്റ്. ഞാനുമായിട്ട്, വിത്ത് മീ, വുഡ് ഫൈറ്റ് വിത്ത് മീ. അവൻ ഞാനുമായിട്ട് വഴക്ക് കൂടുമായിരുന്നു. അപ്പൊ എന്താണ് ഈ മായിരുന്നു? ഇരുന്നു, ഇതിന് നമ്മൾ വുഡാണ് ഉപയോഗിക്കേണ്ടത്, വുഡ് V1. ക്ലിയർ? ഇത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, എന്ത് വരും? ഞാൻ പഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മാറ്റമുണ്ട്. നമ്മുടെ എന്താണ്? ഐ വാസ് സ്റ്റഡിങ്, ഞാൻ പഠിക്കുകയായിരുന്നു, അല്ലെ? ഐ വാസ് സ്റ്റഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുകയായിരുന്നു. ഐ വുഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുമായിരുന്നു. വ്യത്യാസം എന്താണ്? വ്യത്യാസം നോക്കൂ, ഞാൻ കാണിച്ചു തരാം. ഐ വാസ് സ്റ്റഡിയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുകയായിരുന്നു, പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയായിരുന്നു. പഠിക്കുകയായിരുന്നു എഴുതി വെക്കൂ നിങ്ങൾ. പഠിക്കുകയായിരുന്നു. ഐ വാസ് സ്റ്റഡിയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുകയായിരുന്നു. ഐ വുഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ, ഐ വുഡ് സ്റ്റഡിയിങ് എന്നല്ല, ഐ വുഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠിക്കുമായിരുന്നു എന്നാണ് അർത്ഥം. പഠിക്കുമായിരുന്നു. ക്ലിയർ? ഐ വാസ് സ്റ്റഡിയിങ്, ഞാൻ പഠിക്കുകയായിരുന്നു, പാസ്റ്റിൽ കണ്ടിന്യൂസ് ആണ്. ഐ വാസ് സ്റ്റഡിയിങ്, ഞാൻ പഠിക്കുകയായിരുന്നു. ഐ വുഡ് സ്റ്റഡി, ഞാൻ പഠിക്കുമായിരുന്നു. ഷി വാസ് സിംഗിങ്, അവള് പാടുകയായിരുന്നു. ഷി വുഡ് സിംഗ്, അവള് പാടുമായിരുന്നു. വ്യത്യാസം മനസ്സിലായല്ലോ? ഇനി മൈ മോം വാസ് കുക്കിംഗ്, അമ്മ കുക്ക് ചെയ്യുകയായിരുന്നു. മൈ മോം വുഡ്
കുക്ക് ചെയ്യുമായിരുന്നു. ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് പറ്റത്തില്ല, ആ ഏജിലാണ്, കഴിയില്ല. സോ വുഡ് കുക്ക് ചെയ്യുമായിരുന്നു. വാസ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ചെയ്യുകയായിരുന്നു. വ്യത്യാസവും നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വുഡിന്റെ പോസിറ്റീവ് സെന്റൻസുകൾ എല്ലാം തന്നെ ഏകദേശം പഠിച്ചു. വുഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാന്നൊക്കെ നിങ്ങൾക്കറിയാം. വുഡ് യു പ്ലീസ് എന്നൊക്കെ നമുക്ക് അറിയാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നോക്കാം. അപ്പൊ ഇന്ന് നിങ്ങൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക, നിങ്ങളുടെ ബുക്കിൽ എഴുതി നിങ്ങൾ കീപ്പ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം വീണ്ടും നല്ലൊരു ക്ലാസ്സുമായിട്ട് ഇതിന്റെ തുടർച്ച എന്നോണം നമുക്ക് കാണാം. ഇന്ന് ഞാനിത് തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് 6 പാർട്ട് 2 എന്ന് പറഞ്ഞ് കൊടുത്തേക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക കേട്ടോ. നമുക്ക് അടുത്ത ദിവസം വീണ്ടും നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക്